എല്ലാവർക്കും ഹാൻഡ് ഫീഡ് ചെയ്യാൻ അറിയായിരിക്കും. കിളികിനെയും കുരുവിനെയും കൊണൂർ, നമ്മുടെ ഇത് കൊണൂറാണ് ഇപ്പോൾ ഉള്ളത്. കൊണൂറിനൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ അറിയായിരിക്കും. പക്ഷെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇതിനൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ഇണക്കിയെടുക്കണം എന്ന് ആർക്കും അറിയാൻ പാടില്ലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അതെങ്ങനെ നല്ല രീതിയിൽ വലുതാകുമ്പോൾ നല്ല രീതിയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു തരത്തിൽ ആക്കിയെടുക്കണം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ തുടക്കം മുതൽ എങ്ങനെ കുക്ക് ചെയ്യുന്ന മുതൽ അതിൻ്റെ ഫീഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ നല്ലപോലെ ഇണങ്ങാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, തീറ്റ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തീറ്റ കൊടുക്കണം കേട്ടോ. ക്വാളിറ്റിയുള്ള തീറ്റ കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? ക്വാളിറ്റിയുള്ള പെറ്റ്സ് നമുക്ക് കിട്ടും. അതെ, ക്വാളിറ്റിയുള്ള പെറ്റ്സ് മാത്രമല്ല, ക്വാളിറ്റിയുള്ള പൂട, ക്വാളിറ്റിയുള്ള ഫെതേഴ്സ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ക്വാളിറ്റിയുള്ള തീറ്റ കൊടുക്കണം. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കാണിച്ച് ഇതാണ് കേട്ടോ. പക്ഷെ ഇത് മാർക്കറ്റിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ്. എന്നാലും ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല. സോയാബീൻ, അതുപോലെ തന്നെ കടല, ഇതൊക്കെ ഉണ്ടെങ്കിൽ സോയാബീൻ, കോണ്, മീല്, വെജിറ്റബിൾ ഓയിൽ എല്ലാം ഉണ്ട്. അതെ, അമിനോ ആസിഡ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി തീറ്റ കൊടുക്കണം. കാരണം നമ്മൾ ഇന്ന് കടയിൽ പോയപ്പം വളരെ ലേറ്റ് ആയിട്ട് കടയിൽ പോയപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടിയുള്ളൂ. വളരെ സോറി. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള തീറ്റ കൊടുത്താൽ നമുക്ക് ക്വാളിറ്റിയുള്ള ഫെതേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇനി ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. കമോൺ. ആദ്യം നമ്മൾ കടിഞ്ചാ വെക്കുന്ന തരത്തിലുള്ള ഒരു പാത്രത്തിൽ ഒരു വളരെ കുറച്ച് വെള്ളം എടുക്കുക. ഒത്തിരി വെള്ളമൊക്കെ എടുത്താൽ തിളയ്ക്കുന്ന കുറേ സമയം പോകും. വളരെ കുറച്ചൊന്ന് കഴുകിയിടണം മോനത്. എന്നാൽ കഴുകിയിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം, 20 മില്ലി മതിയായിരിക്കും കേട്ടോ. അത്ര വളരെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ട് വെക്കാം. ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് കത്തിക്കുവാണേ. ഒറ്റയടിക്ക് കത്തിച്ച് ഏതാണേലും. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് അങ്ങനെ ഇത്രയും വെള്ളം എടുത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് കത്തിക്കുന്ന അടുത്ത വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് തിളക്കേണ്ടത്? 30 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 30 ഡിഗ്രി സെൽഷ്യസിലാണ് തിളക്കേണ്ടത്. 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തിളച്ച് മറയും. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഒരു സൗണ്ട് കേൾപ്പിക്കും. കൊമ്മ വരുമ്പോഴേ ഓഫ് ആക്കും. അല്ലെങ്കിൽ കുരുവിയുടെ വാവള്ളി പോകുന്നതായിരിക്കും. അതായത് നമ്മൾ ചൂട് ഇങ്ങനെ, നമ്മുടെ കുരുവിക്ക് ചൂട് ആറുന്ന അങ്ങനെ ഇഷ്ടമല്ല അല്ലെ? പിന്നെ തീറ്റ വീട്ടിലുള്ളവര് കൊടുക്കുന്നവർ ഇതുപോലെ ഒരു പെർമനന്റ് പാത്രം സെറ്റ് ചെയ്യണം. ഇത് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും നമ്മൾ കിളികൾക്ക് കൊടുക്കരുത്. അത് കിളികൾക്ക് വേണ്ടിയുള്ള പാത്രമായിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെറ്റ്സിനെ പുതിയതായിട്ട് നമ്മൾ വീട്ടിലോട്ട് മേടിക്കുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു പാത്രവും കൂടെ മേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇത്രയും തിളച്ചിലോട്ട് ഓക്കെ. ഈ തിളക്കുമ്പോഴേ ഓഫ് ആക്കിക്കണം കേട്ടോ. ഓക്കെ, ഓഫ് ആക്കി. ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കണം. നമുക്ക് അവിടെ പോയിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിന്ന് മിക്സ് ചെയ്യാം, അവിടെ പോയിട്ട് മിക്സ് ചെയ്യാം. അവിടെ ലൈറ്റ് ഉള്ളത് വെളിയിൽ മിക്സ് ചെയ്താൽ പോരെ? വെളിയിൽ മിക്സ് ചെയ്യാം. ഇവിടെ ലൈറ്റ് കുറവുണ്ട്. ഓക്കെ, ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇത് മാറ്റണം. അപ്പൊ നല്ല നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ കൊടുക്കാം കേട്ടോ. നമ്മള് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ തന്നെ വേണം ഇതിനും കൊടുക്കാൻ. നമ്മളിത് മൃഗമല്ലേ എന്നൊക്കെ ഓർത്ത് ക്ലീൻലെസ് ആയിട്ട് കൊടുക്കരുത്. ഇതൊക്കെ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയർ. ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ അതെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ സൗണ്ട് കേട്ടപ്പോഴേ മുകളിൽ നിന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ കൊണൂറിനെ കാണാം. കണ്ടോ, നിങ്ങൾക്ക് കരച്ചിൽ കേൾക്കാൻ പറ്റും. നമ്മളെ കണ്ടപ്പോഴേ പിള്ളേര് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൗണ്ട് കേട്ടാലേ ഇപ്പൊ വെള്ളം വെക്കാൻ തുടങ്ങാം കേട്ടോ. അതാണ് ഇപ്പൊ പരിപാടി. ആണോ, ഇതാണ് നമ്മളെ കൊണൂർ. നമ്മളെ കണ്ടപ്പോഴേ കണ്ടോ വെള്ളം വെക്കുന്നതല്ലേ. നല്ല വിശക്കുന്നുണ്ടായിരിക്കും. കൃത്യസമയത്ത് നമ്മൾ തീറ്റ കൊടുത്തില്ലെങ്കിൽ ആള് വയലന്റ് ആവും. അപ്പൊ ഇത് ഇപ്പൊ ഇത് എടുക്കാൻ വേണ്ടി പോണത് നടത്തടാ. വൈഡ് ക്യാമറ ആക്കട്ടെ. കടാ, നമ്മളോട് ഇത്ര ഇണങ്ങി കണ്ടില്ലേ? ഇത്ര ഇണങ്ങണങ്ങളുള്ള ട്രിക്കാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്നോട് ഇണങ്ങിയില്ല, അവനോട് ഇണങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അവനാണ് എപ്പോഴും ട്രിക്ക് കൊടുക്കുന്നതല്ല, തീറ്റ കൊടുക്കുന്നത്. നമുക്ക് ഈ തീറ്റ കലക്കുന്ന സമയത്ത് അതുങ്ങൾക്ക് ചെറിയൊരു ബഹളം ഉണ്ട്. അപ്പൊ ബഹളം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പാത്രത്തിലാണ് വെക്കുന്നത്. പണ്ടൊക്കെ പാത്രത്തിൽ ഇരിക്കുമായിരുന്നു, ഇപ്പൊ പാത്രത്തിൽ ഇരിക്കുന്നില്ല. കണ്ട, പോക്കറ്റിൽ പിടിച്ചിരിക്കുക. സിറിഞ്ച് കാണുമ്പോഴേ അതിന് അട്രാക്ഷൻ വരും. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തീറ്റ മിക്സ് ചെയ്യാം. അപ്പൊ ഇത്ര ഇണക്കം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. നിലത്ത് വെച്ചാൽ പോലെ നിലത്ത് നിൽക്കണ്ട. ആദ്യം നമ്മൾ മേത്തോട്ട് ഇപ്പൊ മറിഞ്ഞ് വീഴും. ഞാൻ ഇങ്ങോട്ട് നേരത്തെ വെച്ച് അടച്ചു വെച്ചില്ലെങ്കിൽ അത് നമ്മളെ ശല്യപ്പെടുത്തും. കേട്ടോ, പഴയ പോലെ ഒന്നുമല്ല. ഇത് കാല്. ഓക്കെ, നമുക്ക് കുറച്ച് നേരത്തേക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ അടച്ചിട്ടുണ്ട്. ഒരു കിളിക്ക് നമ്മള് 10 മില്ലി 12 മില്ലിയാ കൊടുക്കണ്ട. 10 മില്ലി മാക്സിമം അല്ലെ. പിന്നെ
10 മില്ലി മാക്സിമം, അല്ലെങ്കിൽ 12 മില്ലി കൊടുക്കണം. അപ്പം 2, 12, 12, 24 മില്ലി എന്നൊക്കെ പറയുന്ന ഒരു സ്പൂണേ ഉള്ളൂ, ഒരു ടീസ്പൂണേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഭരണിക്കകത്ത് വെക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ഒരു ടീസ്പൂൺ അളന്ന് വെക്കാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ ഭരണി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഭരണിക്കകത്ത് നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് വെള്ളം ഒഴിക്കുക. ഞാൻ വെള്ളം ഒഴിച്ചതേ. അപ്പം വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങണം. ഈ നാരങ്ങ വെള്ളം കടിക്കുന്നല്ലോ, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് വേണം, മതിയോ? അപ്പം ഇത് നല്ല കുറുകുന്ന ഐറ്റം കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല കുറുകി സെറ്റായി വരും. നല്ല മിക്സ് ചെയ്യണം കേട്ടോ, നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ചെറിയ മിക്സിംഗ് ഒന്നും പോലെ, നല്ല മിക്സിങ് വേണം. കുഞ്ഞു കിളിയാകുമ്പോൾ തൊണ്ടയിലൊക്കെ ഒട്ടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു കട്ടി രൂപമല്ല, എന്നാൽ ഒരു വെള്ളവും അല്ല, അങ്ങനെ ഒരു രീതി ടൈപ്പ് ആവണം. അല്ല പിന്നെ വലിയ കട്ടിയല്ല, എന്നാൽ ഒരു വെള്ളവും അല്ല. അങ്ങനെ അത് നമുക്കിങ്ങനെ അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴിക്കണം. ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ ഒഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വീഴുന്നെങ്കിൽ അതായിട്ടില്ല എന്ന് അർത്ഥം. വീണ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. വെള്ളം കുറച്ചുകൂടെ ഒഴിക്കട്ടെ. നല്ല മിക്സിങ് ചെയ്യട്ടെ കേട്ടോ. ആടാ നാരങ്ങ വെള്ളം അടിച്ച് നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിലവനാണ് നമുക്ക് നാരങ്ങ വെള്ളം കലക്കി തരുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട് അവന്. അല്ല ഈ കിളി, നമ്മുടെ കിളി ഞാൻ കിടന്ന് ഭയങ്കര ബഹളമാട്ടോ. ഇത് ചെയ്യാമെന്ന് അറിയത്തില്ല, വിശക്കുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനി കാണാം, ഒന്ന് ഒഴിച്ച് കാണിച്ചാൽ അവനെ മോളിൽ നിന്ന് കാണാം. ഈ രൂപം നമുക്ക് പോരാ, കണ്ടോ, ഇങ്ങനെ പോരാ, ഇത് കട്ടിയാണ്. പിന്നെ നമുക്ക് ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കും, നമുക്ക് മനസ്സിലാവും ആ തരത്തിലായോ എന്ന് കേട്ടോ. നല്ല മിക്സിങ് വേണം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഇളക്കി ഏകദേശം കുറച്ച് ഈ ഒരു ടൈപ്പിലാണ്. വെള്ളമാണെന്ന് വെച്ചാൽ വെള്ളമാണ്, എന്നാൽ കട്ടിയാണോ കട്ടിയാണ്, അങ്ങനെ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടണം. ഇനി അടുത്ത നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സിറിഞ്ചിൽ ഗ്യാസ് കയറാതെ ഈ സാധനം 10 മില്ലി കറക്റ്റ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ നമ്മൾ ഫീഡിങ് സിറിഞ്ച് തന്നെയുണ്ട് ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അതെന്തോ കംപ്ലൈന്റ് വന്നു. അപ്പൊ നമ്മളിത് സർജിക്കൽ എന്ത് സിറിഞ്ചാണ് അതിന് പറയുന്നത്? ഡിസ്പോസബിൾ കുത്തിവെക്കുന്ന സിറിഞ്ചാണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫില്ല് ചെയ്യുന്ന നോക്കണം കേട്ടോ. ഒരു തുള്ളി ഗ്യാസ് അകത്തോട്ട് കയറാതെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ. ഓക്കെ, കണ്ടോ ഗ്യാസ് കയറാതെ. ഇനി ഗ്യാസ് കയറിയാൽ നമ്മൾ അവിടെ വെച്ച് പരിപാടി നിർത്തണം. എന്നിട്ട് കയറിയ ഗ്യാസിനെ ഇറക്കി വിടണം. ഇവിടെ ഗ്യാസ് കയറിയപ്പോൾ ഇവിടെ കയറിയ ഗ്യാസ് എങ്ങനെ ഇറക്കി വിടാന്ന് ഇപ്പൊ കാണിച്ചില്ലാവേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ കുത്തിയാൽ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെയാണോ, ഇങ്ങനെ ആക്കുമ്പം ഗ്യാസൊക്കെ മുകളിലോട്ട് കയറി വരും. എന്നിട്ട് കയറി വന്ന ഗ്യാസ് ഇറക്കി വിടേ. എന്നിട്ട് കയറി വന്ന ഗ്യാസ് ജസ്റ്റ് ഒന്ന് തള്ളി വിട്ടാൽ നമുക്കിങ്ങനെ കാച്ചെന്ന് കേൾക്കും. അപ്പം ഓക്കെ, ഗ്യാസ് പോയി. ഇനി നമ്മൾ അടുത്ത 10 മില്ലി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിളിക്ക് കൊടുക്കുക എന്നുള്ള ഒരു ബേസിക് എന്താണ് പറയുന്നത്. ഇത് നമ്മളൊരു തുണിയും കൂടെ കൈ കീപ്പ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ചുണ്ടിലൊക്കെ പറ്റും, അപ്പോൾ തുടച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ കൈ പറ്റും, പിന്നെ സിറിഞ്ചി പറ്റും. അങ്ങനെ കുറേ നമ്മളെ സെറ്റപ്പായിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിലെ പരിപാടി ചെയ്യുള്ളൂ. കിളിഞ്ഞെടുക്കാം. കണ്ടോ തുറന്നപ്പോഴേ ചാടി വരുന്നുണ്ടോ? ഓക്കെ. ഇതിന് കാരണം എന്താ പറയാനെ, ഇവന് ചൂടോടെയാണ് ഇഷ്ടം. അവന് അങ്ങനെ കുഴപ്പമില്ല, ഇവന് ചൂടോടെ കിട്ടാൻ തിന്നുള്ളൂ. അതെ, ചെറിയ ചൂട് വേണം. ചെറിയ ഈഗോയും ഉണ്ട്. മൂത്തതായതുകൊണ്ട് എനിക്ക് ആദ്യം തരിക എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ അവനുണ്ട്. അതുകൊണ്ട് നമ്മൾ അവനാണ് ആദ്യം കൊടുക്കാണ്ടി പോകുന്നത്. ഇവിടെ ഒറ്റ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇവന് കൊടുക്കുന്ന കേട്ടോ, പതിയെ തിന്നുന്ന ആളാ ഇവൻ, സ്പീഡുകാരനല്ല. അങ്ങനെ നമ്മൾ പതിയെ കൊടുക്കുക. പുള്ളി താഴെ കിടന്ന് നല്ല ഒച്ചയാണ്, എനിക്ക് തളാവേന്നും പറഞ്ഞുകൊണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയാൽ അളവ് തെറ്റിപ്പോവും. ആർക്കാ കൊടുത്തെന്നുള്ള അളവ് തെറ്റിപ്പോവും. അപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായല്ലോ. കടിക്കുന്നുണ്ടല്ലേ, എന്നെ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാണ് കടിക്കുന്നത്. അതൊക്കെ നോക്കി നിന്നാൽ പണി കിട്ടും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഒരാൾക്ക് ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചുണ്ടിലൊക്കെ പറ്റും, അതൊക്കെ പുള്ളി തന്നെ തുടച്ചോളണം. പിന്നെ മെയിനായിട്ട് ഇവന് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയുണ്ട്. അത് എന്താ കാരണം നമുക്ക് വലിയ പിടിയിലില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. വലിയ മടിയില്ല, അതിന് നല്ല വേണം. ഇതിന് ചെറിയൊരു മടിയുണ്ട് ഫുഡ് കഴിക്കാൻ. ഇനി വലുതാകുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണോ? ഓക്കെ, അപ്പൊ ഇതിനെ കൊടുക്കുന്ന മനസ്സിലായല്ലോ. ഇങ്ങനെ കൈ പിടിക്കുന്ന രീതി കാണിച്ചെടുത്താൽ പിന്നെ ഇങ്ങനെ വേണം പിടിക്കാൻ. മറ്റേ സാധാരണ പിടിക്കുന്ന നമ്മള് പിടിക്കരുത്. ചീറ്റ് മൂക്കി കയറും. ഈ പിടിക്കുന്ന രീതി വേണം പിടിക്കാൻ. ഈ പിടിക്കുന്ന രീതി പിടിച്ചാലേ കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ.
മറ്റേ സിറിഞ്ച് നമ്മള് ഈ രണ്ടുപേരും ഇവിടെ സപ്പോർട്ട് എടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ ഇച്ചിരി പതിയെ പതിയെ കൊടുക്കാം. അതെ ഇറങ്ങുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി അല്ലേ. ഇങ്ങനെ തന്നെ ഈ ഒരു ഇത് തന്നെ പിടിക്കണം കേട്ടോ. കണ്ട ഇത് അടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മേത്ത് വെച്ച് തുടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് നല്ല സ്മെല്ലായിരുന്നു വരും. അതെ ഇഷ്ടമില്ല. നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വയറൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ വയറ് നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കണം. വയറ് നിറഞ്ഞോ തൊട്ട് നോക്കണം. വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അയാളെ വിട്ടാലും ഇയാൾക്ക് വലിയ ഫുഡ് വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും സജസ്റ്റ് ചെയ്തിട്ടില്ല. നല്ല പേര് സജസ്റ്റ് ചെയ്യണേ. അടുത്ത ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോഴാണ് പുള്ളിയുടെ ബഹളം നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോണം കേട്ടോ, ബഹളം കണ്ടോണം. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു കട്ടി മാറാൻ വേണ്ടി, ഒരു വാട്ടർ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒത്തിരി തണുക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അതെ ഓക്കെ. പുള്ളി കണ്ടോ സന്തോഷമായി. പിന്നെ നമ്മൾ ഉണ്ടാക്കി ബാക്കി വരുന്ന ഫുഡ് നമ്മൾ പിന്നത്തേക്ക് കൊടുക്കാൻ നോക്കരുത്, അത് കളയണം. അതെ അതായത് ബാക്കി വരുന്ന ഫുഡ് നമ്മൾ എന്നാൽ അടുത്ത ടൈം ഉച്ച കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് ഓർക്കരുത്, അത് കളയണം. അത് ഭയങ്കര ഡേഞ്ചറാണ് അല്ലേ. നമ്മൾ ഒരു സമയത്ത് ഒരു ഫുഡ്, അത് പ്രോസസ്സ് ചെയ്ത ഫുഡ് ഒരു സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കളയുകയോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് കൊടുത്താൽ അത് ആരോഗ്യ പ്രശ്നം, പനി, ചുമയൊക്കെ ഉണ്ടാവും കേട്ടോ. സൂക്ഷിക്കണം. അല്ലേ പുള്ളി കലമ്പാണ് കേട്ടോ. സെറ്റായോ? പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണോ? ഇങ്ങനെ കുറുകൽ മാറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലതായിരിക്കും. ചൂടുണ്ട്. ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതെ അപ്പോൾ ഫില്ല് ചെയ്യുന്നതല്ലേ. ആദ്യം നമുക്ക് ഗ്യാസ് എല്ലാം കയറുമായിരുന്നു. ഗ്യാസ് നമ്മൾ കയറ്റാതെ പതിയെ പാത്രത്തിൻ്റെ അകത്തോട്ട് ആ മുട്ട ഇറക്കി വെച്ചിട്ട് പതിയെ കയറ്റിയാൽ മതി. ഗ്യാസ് കയറുകയാണെങ്കിൽ അപ്പം അടിക്കണം. ഇങ്ങനെ അങ്ങനെ അടിക്കുക ഗ്യാസ്. അപ്പോൾ എല്ലാം കൂടെ ഗ്യാസ് പൊങ്ങി വരും. കയറിയ ഗ്യാസ് എല്ലാം പൊങ്ങി വരും. എന്നിട്ട് കളയുക. എന്നിട്ട് അടുത്ത ഫില്ല് ചെയ്യുക. അങ്ങനെ മനസമാധാനത്തെ പരിപാടി നമ്മൾ ചെയ്യാവുള്ളൂ. ഒന്നും ധൃതി പിടിക്കരുത്. ധൃതി ഉള്ളവർക്ക് പറഞ്ഞ പണിയല്ല ഇത്. ധൃതി ഇല്ലാത്തവർക്കുള്ള പണിയാണ്. ജീവൻ വെച്ചുള്ള കളിയാണ് കേട്ടോ. അതിന് വിശക്കുന്നുണ്ട് കേട്ടോ. വാ വിളിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഗ്യാസ് കയറി ഇരിക്കുന്നുണ്ടല്ലേ. അടിക്കോട്ട് ഇപ്പൊ കൊടുക്കാം കേട്ടോ. ഇതാവുമ്പോൾ നന്നായി പക്ഷെ ഇച്ചിരി ഇളക്കാണ്, നന്നായിട്ട് തിന്നോളൂ. തിന്നാൻ മടിയൊന്നുമില്ല. ആൾ നമ്മുടെ അടുത്തോട്ട് കയറി വരുന്നുണ്ട്. വാഞ്ചി പിടിച്ച് കയറി വരുന്നുണ്ട്. എനിക്ക് പറക്കാനൊക്കെ തുടങ്ങി കേട്ടോ. പുള്ളി പറക്കാനൊക്കെ തുടങ്ങി വരുന്നതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. എന്തോ പറയുവാണ് എൻ്റെ അടുത്ത്. ഇത് വലുതാകുമ്പോൾ അത്യാവശ്യം എന്തൊക്കെ വർത്താനം പറയും അല്ലേ. ഞാന്നോ പാന്നോ ഹലോ എന്നൊക്കെ പറഞ്ഞെടുത്താൽ പറയും. വലിയ തത്തേനെ പോലെ വലിയ വർത്താനക്കാരനല്ല. എന്നാൽ വർത്താനം പറയുമെന്ന് വെച്ചാൽ പറയും. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തിന്ന് കഴിഞ്ഞാട്ടോ. ഇതിനാ കുറച്ച് താമസം. കൈ കാണിച്ചാലേ കയറി വരും. കണ്ടോ, കൈ കാണിച്ചാൽ കയറി വരും. കയറി വന്നുകൊണ്ടിരിക്കും. അപ്പം പൂച്ചനെയും പട്ടീനെയൊക്കെ പോലെ അത്യാവശ്യം സ്നേഹമാണ്. പറഞ്ഞാൽ മനസ്സിലാവും. വിളിച്ചാൽ ഉടനെ ഓടി വരും. പൈനാപ്പിൾ കൊണൂറുണ്ട്, സൺ കൊണൂറുണ്ട്. പിന്നെ എന്ത് കൊണൂറാടെ? ആഫ്രിക്കൻ കൊണൂറുണ്ട്. ഇത് ആ പൈനാപ്പിൾ കൊണൂറാണ്. ഇനി സൺ കൊണൂറാണെങ്കിൽ കുറച്ചുകൂടെ വർത്താനം പറയും. അടിമോനെ. അങ്ങനെ കൊണൂറിൻ്റെ തരം മാറുന്നവർ വർത്താനം പറച്ചിൽ കൂടും കേട്ടോ. തീറ്റ രണ്ടുപേർക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും സമാധാനമായി. അതിൻ്റെ വയറ് കാണിച്ചാലേ നമ്മൾ ജസ്റ്റ് ഒന്ന് വയറിങ്ങനെ പിടിച്ച് നോക്കണം. വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. കൊങ്ങയെന്നാണ് ഞാൻ പറയുന്നത്. അത് പിടിച്ച് നോക്കി വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. 12 മില്ലി 3 നേരം കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ 10 മില്ലി 4 നേരം. 12 മില്ലി 10 മില്ലി 4 നേരം 3 നേരം കൊടുക്കാം. നോ സീൻ. ഞങ്ങളിപ്പോൾ 3 നേരമാണ് കൊടുക്കുന്നത്. 4 നേരം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കൈ പിടിച്ചൊന്ന് വിശേഷമൊക്കെ ചോദിച്ച് അങ്ങനെ കൊടുക്കണം. അല്ലാതെ ഇപ്പോഴത്തെ ഈ പ്രായം നല്ല കടിക്കുന്ന വേനൊന്നും എടുക്കല്ലാതെ പെട്ടെന്ന് കൊടുത്തിട്ട് ചിലവരിങ്ങനെ സ്പ്രിങ് അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിയാണ്. അതൊരിക്കലും ഇണങ്ങുകയല്ല. ഇണങ്ങണമെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യണം കേട്ടോ. അപ്പം കിളി മേടിക്കുന്നവരൊക്കെ ഈ തരത്തിൽ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഓക്കെ വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പറയാനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ഫുൾ വീഡിയോയ്ക്ക് ചിലവർക്ക് സപ്പോർട്ട് കുറവാണ്. ഷോർട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് അടിച്ചു കയറി വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബൈ. തിന്ന ഫുഡൊക്കെ നമ്മുടെ മേത്ത് തന്നെ തുടച്ചു വയ്ക്കുക. അതാണ് പരിപാടി. അല്ലേ?